ഇതിനകത്ത് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ മുഴുവൻ കല്ലും ഒക്കെയാ, വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ചുമ്മാതാണ്. ഇന്ന് രാവിലെ വന്ന് ഞാൻ എൻ്റെ കൂടെ ഒരു പണിക്കാരൻ ചേട്ടനുണ്ട്, പുള്ളിയെ ഞാനായിട്ടൊരു എസ്റ്റിമേറ്റ് ചെയ്തു. ഇവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് നേരിട്ട് നോ പറയാനൊരു മടി, അച്ചാച്ചനോടും എന്നോടൊക്കെ ഉള്ള ഒരു ഇതുകൊണ്ട്. എന്നോട് കിടപ്പാടൊന്നുമില്ല, എന്നാലും കണ്ടോ ഇതിനകത്ത് ഇതിനകത്ത് വേണമെങ്കിൽ ഈസിലി ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ ഒരു 3-4 വണ്ടി ഇടാം. 3-4 അല്ല, ഒരു 10 വണ്ടി വരെ വേണേൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ഒതുക്കിക്കാം, ചേട്ടനെ വിടാം, ഒരു ദിവസം കൂലി കൊടുക്കാമെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അത് അയച്ചിട്ട് മെസ്സേജൊന്നും റിപ്ലൈ ഒന്നുമില്ല. പുള്ളി പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. കുഴപ്പമില്ല. അപ്പം ഇതാണ് പുള്ളിയുടെ രീതി. പുള്ളി എന്നോട് പറഞ്ഞു, അത് നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പോഴേ ഞാൻ അച്ഛൻ ഇത് പണിയാവും. അച്ഛൻ പറഞ്ഞു വിട്ടേറാ. ഞാൻ പറഞ്ഞു അത് ശരിക്കും പണിയാവും. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇവരെന്തോ ഭാവിയിലെന്തോ ഇവിടെ ഫ്ലാറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നത്. അവരെല്ലാം പോയല്ലോ. പക്ഷേ നമ്മുടെ ശങ്കരപ്പിള്ളങ്ങളൊന്നും പോട്ടും വയ്യ. 87 or something. അച്ഛനും അതിനുള്ള ആരോഗ്യമില്ല, വിട്ടു. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടി നല്ല രീതിയിൽ ഇത് ചെയ്യാം. പക്ഷേ ഈ ഫ്രണ്ട് എൻഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാനൊരു 3-4 ബയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ നമുക്ക് കൃഷി ഇടാൻ വേണ്ടി. ഇതാണ് ബോബിച്ചാൻ്റെ സ്ഥലം. ഇതിനകത്ത് ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ നട്ടിട്ടുണ്ട്. ഇവിടെ ഒരു പനീർ ജാമ്പ ഉണ്ടായിരുന്നു. അവനായി ഈ പരുവത്തിൽ നിൽക്കുന്നത്. അതിൻ്റെ മറ്റേ പുള്ളിയുടെ പാഷൻ ഫ്രൂട്ടെല്ലാം കയറി അതിൻ്റെ കായെല്ലാം ഞാനത് തിന്നുന്നത്. അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ഇന്ന് പറക്കിക്കൊണ്ട് പോകും. പിന്നെ ജീച്ചാങ് നേരത്തെ പിടിച്ച് വാഴ നട്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്ടൊക്കെ മാവോ അണ്ടൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് പോലെ ഒരു സാമാനം ഞാൻ ഉണ്ടാക്കി. 2-3 പിള്ളേർ ഏതോ കമ്പനിയിൽ കണക്ട് ചെയ്ത് കുറച്ച് റെഫറൻസ് ബോണസ് കിട്ടിയത് വെച്ച് അന്നേരം ചെയ്തതാണ്.